നമസ്കാരം. നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ആഴ്ചഫലത്തിൽ 2025 ഓഗസ്റ്റ് 17 മുതൽ 23 വരെയുള്ള, അതായത് 1201 ആണ്ട് ചിങ്ങം 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലെ ജ്യോതിഷ ഫലങ്ങളുടെ ഒരു സമഗ്രമായ വിശകലനമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ ഈ ആഴ്ചയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഗ്രഹസ്ഥിതികളെ അടിസ്ഥാനമാക്കി വിശദീകരിക്കുന്നതാണ്. കൂടാതെ ദോഷകരമായ ഫലങ്ങളെ എങ്ങനെ ലഘൂകരിക്കാം എന്നതിനെക്കുറിച്ചുള്ള പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രഹചലനങ്ങൾ ഈ ആഴ്ചയിലെ ജീവിതത്തിലെ പലതരത്തിൽ സ്വാധീനിക്കുന്നു. ഓഗസ്റ്റ് 17 സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് മാറുന്നത് എല്ലാ രാശിക്കാർക്കും പുതിയൊരു ഊർജ്ജവും ആത്മവിശ്വാസമൊക്കെ നൽകുന്നതാണ്. സൂര്യൻ്റെ ഈ സംക്രമണം നേതൃഗുണം, ആത്മവിശ്വാസം, ലക്ഷ്യബോധം, സർഗാത്മകത എന്നിവയൊക്കെ വർദ്ധിപ്പിക്കുന്നതുമാണ്. ഈ മാറ്റം ഈ ആഴ്ചയിലെ എല്ലാ രാശിഫലങ്ങളെയും പ്രധാന ഊർജ്ജ സ്രോതസ്സുമാണ്. ഇത് തൊഴിൽപരവും വ്യക്തിപരമായ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾക്കും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള അവസരമൊക്കെ നൽകും. അതേസമയം ഈ ആഴ്ചയുടെ അവസാനം, അതായത് ഓഗസ്റ്റ് 22, കറുത്ത ഭാവം സംഭവിക്കുന്നുണ്ട്. ഒരു പുതിയ വർഷം ആരംഭിക്കുന്ന ഈ വേളയിൽ തന്നെ ഒരു ചക്രത്തിൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്ന കറുത്ത ഭാവം വരുന്നത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പഴയ ശീലങ്ങൾ, ചിന്തകൾ, ബന്ധങ്ങൾ എന്നിവ ഉപേക്ഷിക്കേണ്ടതിൻ്റെ വ്യക്തതയെ ഓർമ്മിപ്പിക്കുന്നു. ഇത് വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കും. അതുകൊണ്ട് ഈ ആഴ്ചയിലെ ഊർജ്ജം പുതിയതിനെ സ്വാഗതം ചെയ്യാനും പഴയതിനെ ഉപേക്ഷിക്കാനുമുള്ള ഒരു സുവർണാവസരമാണ്. ബുധൻ്റെ വക്രഗതി ഓഗസ്റ്റ് 11 അവസാനിച്ചെങ്കിലും അതിൻ്റെ ഫലങ്ങൾ ഈ ആഴ്ചയിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ആശയവിനിമയം, സാങ്കേതികവിദ്യ, തീരുമാനമെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രതയും ക്ഷമയും ആവശ്യമാണ്. ശുക്രൻ്റെ കർക്കിടകത്തിലെ സഞ്ചാരം പ്രണയം, കുടുംബജീവിതം, സൗന്ദര്യം എന്നിവയുടെ കാര്യങ്ങളിൽ സൗഹൃദപരവും വൈകാരികപരവുമായ ഊർജ്ജമൊക്കെ നൽകുന്നതായിരുന്നു. ഇത് ചൊവ്വയുടെ സ്വാധീനം കാരണം ഉണ്ടാകുന്ന ചെറിയ പിരിമുറുക്കങ്ങളെ ലഘൂകരിക്കുകയും ചെയ്യും. ഓഗസ്റ്റ് 17 മുതൽ 23 വരെയുള്ള സമ്പൂർണ്ണ രാശിഫലം, അതായത് ഈ ആഴ്ചയിലെ പൊതുവായ ഗ്രഹസ്ഥിതികളുടെ സ്വാധീനത്തിൽ ഓരോ രാശിക്കാർക്കും അനുഭവിക്കാവുന്ന ഫലങ്ങളാണ് പറയുന്നത്. മേടൻ രാശി. ചിങ്ങമാസം പിറക്കുന്ന ഈ ആഴ്ച മേടക്കൂറുകാർക്ക് നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ കഠിനാധ്വാനം ആവശ്യമായ സമയവുമാണ്. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെന്ന് തോന്നാം. എന്നാൽ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കും. തൊഴിൽപരമായി കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് അനുയോജ്യമായ സമയവുമാണ്. ചിലർക്ക് സ്ഥാനക്കയറ്റത്തിനോ പുതിയ അവസരങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മക്കളിൽ നിന്ന് അനുകൂലമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. പ്രണയബന്ധത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുറന്ന മനസ്സോടെ സംഭാഷണങ്ങളിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയും ഇത് പരിഹരിക്കാനൊക്കെ സാധിക്കുന്നതുമാണ്. സാമ്പത്തിക ഭദ്രത കഠിനാധ്വാനത്തെ ആശ്രയിച്ചിരിക്കും. പെട്ടെന്നുള്ള നിക്ഷേപങ്ങളൊക്കെ ഒഴിവാക്കണം, പ്രത്യേകിച്ച് ഓഹരി വിപണിയിൽ. വീടിൻ്റെ ആവശ്യങ്ങൾക്കായി പണം ചിലവഴിക്കാനൊക്കെ സാധ്യതയിൽ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നതാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നല്ല ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നൽകും. ഈ ആഴ്ച ആരോഗ്യപരമായി കൂടുതൽ ജാഗ്രതയൊക്കെ പുലർത്തണം. സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി വ്യായാമം, ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് നല്ലതായിരിക്കും. ഈ രാശിക്കാർക്ക് സൂര്യൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള സംക്രമം 5ാം ഭാവത്തിലാണ് വരുന്നത്. ഇത് മക്കൾ, സർഗാത്മകത, കച്ചവടം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ നൽകുന്നുമുണ്ട്. ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനം കാരണം തൊഴിൽ, ആരോഗ്യം, ബന്ധങ്ങൾ എന്നിവയിൽ ശ്രദ്ധയും ആവശ്യമാണ്. ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് ഈ ആഴ്ച തൊഴിൽപരമായ അനുകൂലമായ സമയമാണ്. കരിയറിൽ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ആത്മവിശ്വാസത്തോടെ അവ നേരിടാനൊക്കെ സാധിക്കും. തൊഴിലിൽ പുരോഗതി ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് അധികാരികളുമായുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും സാധിക്കും. പുതുതായി സംരംഭങ്ങളോ ബിസിനസ്സുകളോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച അതിന് നല്ല തുടക്കം കുറിക്കാൻ നല്ലതാണ്. ജോലിയിൽ താല്പര്യമില്ലാത്തവർക്ക് പുതിയ അവസരങ്ങൾ തേടാൻ ഈ ആഴ്ചയുടെ തുടക്ക സമയവും നല്ലതാണ്. പ്രണയബന്ധങ്ങൾ സുഗമമാകും. ആഴ്ചയുടെ 2ാം പകുതി വിവാഹത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ നല്ല സമയവുമാണ്. പുതിയൊരു പ്രണയ ജീവിതത്തിലേക്ക് തിരികെ വരാനും സാധ്യത കാണുന്നുണ്ട്. വിവാഹിതർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കാര്യമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ ഇത് നല്ല സമയവുമാണ്. പഴയ കടങ്ങൾ തിരികെ ലഭിക്കാനും പുതിയ വാഹനം വാങ്ങാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ നിറവേറ്റാനൊക്കെ സാധിക്കും. ചെറിയ അണുബാധകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കാനും ജീവിതശൈലി മെച്ചപ്പെടുത്താനും ശ്രദ്ധിക്കണം. പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാ ദുശീലങ്ങളും ഉപേക്ഷിക്കുന്നത് നല്ല സമയമാണ്. മിഥുനൻ രാശി. മിഥുനൻ രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ ആശയവിനിമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം. ജോലിയിൽ നിങ്ങളുടെ പ്രതിബദ്ധത സഹപ്രവർത്തകർക്ക് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കടുത്ത മത്സരങ്ങളെ നേരിടേണ്ടി വരും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളും പ്രണയബന്ധത്തെ ബാധിക്കാൻ അനുവദിക്കരുത്. പഴയ ബന്ധങ്ങൾ തിരികെ വരാം, എന്നാൽ അത് ശ്രദ്ധയോടെ കൈകാര്യമൊക്കെ ചെയ്യേണ്ടി വരും. വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഇത് ചർച്ച ചെയ്യാൻ നല്ല സമയമല്ല. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം. ഓഹരി വിപണിയിലുള്ള നിക്ഷേപങ്ങളിൽ ശ്രദ്ധ
കൃത്യമായ ആവശ്യമാണ്. കുടുംബത്തിൽ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകാനൊക്കെ ഇടയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു നിയമപരമായ തർക്കത്തിൽ വിജയിക്കാൻ സാധ്യതയും കിടപ്പുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമായ സമയമാണ്. നിങ്ങൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധ വേണം. ശ്വാസകോശ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. കർക്കിടകൻ രാശിക്കാർക്ക് ഈ ആഴ്ച വൈകാരികമായ കാര്യങ്ങളിൽ സംയമനം പാലിക്കേണ്ടതാണ്. തൊഴിൽപരമായ ഉണർവുണ്ടാകുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ, അതായത് തൊഴിൽ മേഖലയിൽ നല്ല സമയമുണ്ട്. അഭിഭാഷകർ, ആരോഗ്യ പ്രവർത്തകർ, ബാങ്കിംഗ്, മാധ്യമരംഗത്തുള്ളവർ എന്നിവർക്ക് ശമ്പള വർധനവിന് സാധ്യത കാണുന്നുണ്ട്. പുതിയ പങ്കാളിത്തത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം. പ്രണയബന്ധങ്ങളിൽ വൈകാരികമായി ഇടപെടുന്നത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. പഴയ പ്രണയം തിരികെ വരാൻ സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ വിവാഹ അഭ്യർത്ഥനകൾക്ക് നല്ല സമയമാണ്. പണമിടപാടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓഹരി വിപണിയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുന്നത് ഉത്തമമായിരിക്കും. ഒരു സുഹൃത്തുമായോ ബന്ധുമായോ ഉള്ള സാമ്പത്തിക തർക്കം കോടതിയിൽ വരെ എത്താനുള്ള സാധ്യതയിൽ കാണുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദഹന സംബന്ധ പ്രശ്നങ്ങൾ, പനി എന്നിവയ്ക്കാണ് സാധ്യത. രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത് ഈ രാശിയുടെ വൈകാരികമായ ലോകത്തെ സ്വാധീനിക്കുകയും ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. എന്നാൽ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് പുതിയ പങ്കാളിത്തത്തിലും ബിസിനസ് സംരംഭങ്ങളിലും ജാഗ്രത ആവശ്യമാണെന്നും പറയപ്പെടുന്നുണ്ട്. ചിങ്ങൻ രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ മലയാള വർഷം വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. ഈ കാലയളവിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും വെല്ലുവിളികൾ എളുപ്പത്തിൽ നേരിടാൻ കഴിയുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. തൊഴിൽപരമായി നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് ആശയങ്ങൾ അംഗീകരിക്കപ്പെടുന്ന സമയമാണ്. ഇത് ടീമിനിടയിൽ നിങ്ങളുടെ സ്വീകാര്യതയൊക്കെ വർദ്ധിപ്പിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് നേടാൻ കൂടുതൽ പരിശ്രമമൊക്കെ ആവശ്യമുള്ള സമയമാണ്. പ്രണയബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തുറന്ന ആശയവിനിമയം ഇതിനെ പരിഹരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ചില സ്ത്രീകൾക്ക് അവരുടെ ജോലി സ്ഥലത്തോ പാർട്ടിയിലോ വെച്ച് വിവാഹ അഭ്യർത്ഥന ലഭിക്കാനും ഇടയുണ്ട്. പണം ചെലവഴിക്കുന്നതിൽ ശ്രദ്ധിക്കണം. ഒരു മെഡിക്കൽ അത്യാവശ്യത്തിനായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടിയൊക്കെ വരാം. ഓഹരി വിപണിയിലോ ഊഹക്കച്ചവടത്തിലോ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധയും വിദഗ്ധമായ ഉപദേശമൊക്കെ തേടുന്നത് നല്ലതായിരിക്കും. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഒരു വാഹനം വാങ്ങാനാണ് സാധ്യത. ഉയർന്ന ഗ്രേഡുകൾ നേടാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമിക്കേണ്ടി വരുന്ന സമയമാണ്. ഈ ആഴ്ച കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ജീവിതശൈലിയിൽ ശ്രദ്ധിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ വൈദ്യസഹായം തേടണം. സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം, നേതൃത്വ ഗുണം, പൊതു അംഗീകാരം എന്നിവ വർദ്ധിപ്പിക്കും. ഇത് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ മുന്നേറ്റത്തിന് കാരണമാകും. കേതു ചിങ്ങത്തിൽ നിൽക്കുന്നത് അഹംഭാവത്തെയും നേതൃത്വത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നതാണ്. അതിനാൽ വിജയമുണ്ടാകുമ്പോൾ പോലും വിനയത്തോടെ പെരുമാറാനുള്ള ഉപദേശം പ്രധാനമാണ്. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തിക നേട്ടങ്ങളും നല്ല ആരോഗ്യമാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ആഴ്ച വളരെ നല്ലതാണ്. ജോലി സ്ഥലത്ത് മുതിർന്നവരുമായി തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം. നിങ്ങളുടെ ആശയങ്ങളൊക്കെ അംഗീകരിക്കപ്പെടും. IT, ഹെൽത്ത് കെയർ, ബാങ്കിംഗ്, നിയമനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വരാനാണ് സാധ്യത കാണുന്നത്. ബിസിനസ്സുകാർക്ക് വിദേശത്തേക്ക് വ്യാപിപ്പിക്കാൻ നല്ല സമയമാണ് കേട്ടോ ഇത്. ഈ ആഴ്ചയിൽ പ്രണയത്തിന് സാധ്യതയുണ്ട്. സ്ത്രീകളിൽ ഒന്നിലധികം പ്രണയ അഭ്യർത്ഥനകൾ ലഭിക്കാനും ഇടയുണ്ട്. പങ്കാളികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകാനും അവരുടെ വികാരങ്ങളെ മാനിക്കാനും ശ്രദ്ധിക്കണം. സാമ്പത്തികമായി നല്ല സമയമാണ്. ഓഹരി വിപണിയിൽ ആത്മവിശ്വാസത്തോടെ നിക്ഷേപിക്കാം. വീട് പുതുക്കിപ്പണിയാനോ പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാനൊക്കെ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം നേടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ആരോഗ്യം പൊതുവെ നല്ലതാണ്. ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടാവാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്. ജോലിയിലെ സമ്മർദ്ദം വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ കൂടുതലും, അതായത് കഴിവതും ശ്രദ്ധിക്കേണ്ടതാണ്. തുലാൻ രാശി. ഈ ആഴ്ച തുലാൻ രാശിക്കാർക്ക് തിരക്ക് പിടിച്ച സമയമായിരിക്കാം. സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജോലിയിൽ സമർപ്പണം പുലർത്തുക. പുതിയ അവസരങ്ങളൊക്കെ വരും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റാനുള്ള സാധ്യതയാണ് ഉള്ളത്. ടീം ലീഡർമാർക്ക് അവരുടെ പ്രയത്നം കാരണം കമ്പനിക്ക് ലാഭമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. പ്രണയബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങളും വരും. പഴയ പ്രണയം തിരികെ വരാനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അത് നിലവിലെ ബന്ധത്തെ ബാധിക്കാൻ ഇടയാകരുത്. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ പ്രണയിതാക്കൾക്ക് ഒരുമിച്ച് യാത്ര പോകാനും സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കണം. കുടുംബത്തിൽ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയും കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ശ്വാസമുട്ടൽ, ജലദോഷം, പനി തുടങ്ങിയ വൈറൽ രോഗങ്ങൾ വരാൻ ഇടയുണ്ട്. സാഹസികമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. വൃശ്ചികൻ രാശി. ഈ ആഴ്ച വൃശ്ചികൻ രാശിക്കാർക്ക് പുതിയ തൊഴിൽപരമായ കാര്യങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ളത്. സാമ്പത്തികവും ആരോഗ്യവും ശ്രദ്ധിച്ചാൽ മതി.
മുതിർന്നവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് ജോലിയിലാണ് കേട്ടോ. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച തുടക്കത്തിൽ രാജിക്കത്ത് നൽകിയാൽ ഉടൻ തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കാം. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഇടപെടലുകൾ ഒഴിവാക്കുക. ചില സ്ത്രീകൾക്ക് പഴയ പ്രണയബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ചിലവുകളിൽ ശ്രദ്ധിക്കുക. ഓൺലൈൻ പണമിടപാടുകളിൽ ജാഗ്രത വേണം. ബിസിനസ്സുകാർക്ക് ഫണ്ട് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. ഓഹരി വിപണിയിൽ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഈ സമയത്ത്. രക്തസമ്മർദ്ദമുള്ളവർ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതിയാകും. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച വെല്ലുവിളികൾ നേരിടുമ്പോൾ കൂടുതൽ ശക്തരാകുന്നതായിരിക്കും. പ്രണയബന്ധങ്ങൾക്ക് ഈ ആഴ്ച മുൻഗണന നൽകേണ്ടതുമാണ്. തൊഴിൽപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വിദേശത്ത് തൊഴിൽ നേടാൻ സാധ്യതയൊക്കെ ഉള്ളതാണ്. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലമാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചാൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിനും പ്രണയത്തിനും ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം. ഒറ്റയ്ക്കുള്ള സ്ത്രീകൾക്ക് വിവാഹാലോചനകൾ വരുന്ന സമയമാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം ലഭിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കുക. സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധ്യത കാണും. ഓഹരി വിപണിയിലും ഊഹക്കച്ചവടത്തിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതൊക്കെ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് സാമ്പത്തിക വിദഗ്ധൻ്റെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കുന്നതാണ്. സ്വർണം വാങ്ങാൻ നല്ല സമയവുമാണിത്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയൊക്കെ ചെയ്താൽ നല്ല ഫലം ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. യോഗയും ലഘു വ്യായാമങ്ങളും ശീലിക്കുക. ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കാണുന്നു ഇനി അങ്ങോട്ട്. സൂര്യൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നത് ഭാഗ്യം, ആത്മീയ കാര്യങ്ങൾ, ഉപരിപഠനം, വിദേശയാത്ര എന്നിവയ്ക്ക് അനുകൂല സമയമാണ്. ധനുരാശിയുടെ അധിപൻ വ്യാഴമായതുകൊണ്ട് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സംയോജിത സ്വാധീനം സാമ്പത്തിക നേട്ടങ്ങൾ നൽകും. എന്നാൽ ശനിയുടെ വക്രഗതി കാരണം കഠിനാധ്വാനം ആവശ്യമാണ് ഈ സമയത്ത്. മകരം രാശിക്കാർക്ക് ഈ ആഴ്ചയുടെ ആദ്യ പകുതി പുരോഗതിയും അവസരങ്ങളുള്ളാവുന്ന സമയമാണ്. അവസാന പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ആവശ്യവുമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്ത് മികച്ച വിജയം പ്രതീക്ഷിക്കാം. പ്രൊഫഷണൽ രംഗത്ത് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനാകും. അംഗീകാരം നേടാനും സാധിക്കും. എന്നാൽ മുതിർന്നവരുമായുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തണം. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും ഒക്കെ ഉണ്ടാകും. വിവാഹിതർക്ക് പങ്കാളിയുടെ പൂർണ്ണ പിന്തുണയും ലഭിക്കും. അവിവാഹിതർക്ക് വിവാഹ അഭ്യർത്ഥനകൾ വരുന്ന സമയവുമാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ നിക്ഷേപങ്ങൾക്കും സംരംഭങ്ങൾക്കും അനുകൂല സമയമാണ്. എന്നാൽ അവസാന പകുതിയിൽ അനാവശ്യ ചെലവുകൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. വലിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കണം. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയമൊക്കെ പ്രതീക്ഷിക്കാം. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് നല്ല സമയവുമാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. മൈഗ്രെയിൻ, സന്ധിവേദന, വൈറൽ പനി എന്നിവ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ഭാരമുയർത്തുമ്പോൾ ശ്രദ്ധിക്കുക. ശുക്രൻ്റെ സ്വാധീനം പ്രണയത്തിലും കുടുംബത്തിലും സന്തോഷം നൽകുമെങ്കിലും ശനിയുടെ വക്രഗതി ആരോഗ്യത്തിലും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പ്രേരിപ്പിക്കുന്നുണ്ട്. കുംഭൻ രാശിക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായ മികച്ച സമയമാണ്. തൊഴിൽപരമായ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യപ്പെടുന്നുമുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ജോലിയിൽ ഏറ്റെടുക്കേണ്ടിയൊക്കെ വരും. ആശയവിനിമയത്തിലൂടെ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുകയും ചെയ്യും. ചിലർക്ക് വിദേശത്ത് ജോലി ലഭിക്കാനും ഇടയുണ്ട്. പ്രണയബന്ധങ്ങൾ സന്തോഷം നിറഞ്ഞതായിരിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹവും ലഭിക്കും. ചിലർ വിവാഹിതരാകാൻ സാധ്യത കാണുന്നുണ്ട്. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരും. സാമ്പത്തികമായി മികച്ച സമയമാണ്. വരുമാനം പല മാർഗങ്ങളിൽ നിന്നും വരും. പുതിയ വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങാനും സാധ്യത കാണുന്നുണ്ട്. ഓഹരി വിപണിയിലുള്ള നേട്ടമാണ് കൂടുതലും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഗർഭിണികൾ യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തണം. അതായത് സൂര്യൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് പങ്കാളിത്തങ്ങളിലും ബന്ധങ്ങളിലും ഊന്നൽ നൽകുന്നുണ്ട്. രാഹു കുംഭൻ രാശിയിൽ നിൽക്കുന്നതും അത് ജന്മരാശിയിലെ രാഹു ആകയാലും ആരോഗ്യ പ്രശ്നങ്ങൾക്കും പേരിനും പ്രശസ്തിക്കും ദോഷകരമാകാൻ സാധ്യത കാണുന്നുണ്ട് എന്ന് ചില ജ്യോതിഷികൾ പറയുന്നതാണ്. അതിനാൽ ഈ ആഴ്ച വിജയമുണ്ടാകുമ്പോൾ ആരോഗ്യങ്ങളിലും കൂടുതൽ ജാഗ്രത പുലർത്തണം. മീനൻ രാശിക്കാർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച ഭാഗ്യമൊക്കെ ഉണ്ടാകും. എന്നാൽ തൊഴിൽപരമായും ബന്ധങ്ങളിലും ശ്രദ്ധ ആവശ്യപ്പെടുന്നുമുണ്ട്. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഴ്ചയുടെ 2ാം പകുതിയിൽ നല്ല അവസരങ്ങളൊക്കെ വരും. ബിസിനസ്സുകാർക്ക് പുതിയ പങ്കാളിത്തം ലഭിക്കാനും ഇടയുണ്ട്. എന്നാൽ ചിലർക്ക് ജോലിയിൽ തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരാം. ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. പഴയ ബന്ധം തിരികെയും വരും. എന്നാൽ അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അമിതമായ സംരക്ഷണം കാണിക്കുന്ന പങ്കാളിയെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തികമായി ഇത് നല്ല സമയമാണ്. ചെലവുകളിൽ നിയന്ത്രണം അത്യാവശ്യവുമാണ്. ബിസിനസ്സുകാർക്കിത് ഫണ്ട് കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ്. പഴയ കടങ്ങൾ തീർക്കാനും കഴിയും. കുട്ടികൾക്ക് പുറത്ത് കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭിണികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുമുണ്ട്. സാഹസിക വിനോദങ്ങൾ ഒഴിവാക്കണം. സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് തൊഴിൽ മികവ് കാണിക്കാനും ശത്രുക്കളെ അതിജീവിക്കാനും സഹായിക്കുന്നുണ്ട്. എന്നാൽ ശനി ജന്മത്തിൽ നിൽക്കുന്നത്
ഏഴര ശനിയുടെ 2ാം ഘട്ടത്തിലായിരിക്കുന്നതും ഈ രാശിക്കാർക്കാണ്. ഇത് ആരോഗ്യത്തെയും സാമ്പത്തികത്തെയും ബാധിക്കും. ജ്യോതിഷ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വഴികാട്ടി കൂടിയാണ്. ഈ ആഴ്ചയിലെ ഗ്രഹമാറ്റങ്ങൾ നൽകുന്ന സൂചനകളെ ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും വേണ്ട ആത്മവിശ്വാസം വളർത്തേണ്ടതാണ്. ഓർക്കുക, നമ്മുടെ കഠിനാധ്വാനവും വിവേകവുമാണ് ഏത് ഗ്രഹസ്ഥിതിയെയും മറികടക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ശക്തി. ഇതൊരു പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്. അതിനാൽ ശുഭചിന്തകളെയും പ്രതീക്ഷയോടും മുന്നോട്ട് പോവുക.